അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ടില്ലെങ്കിലും തൗഹീദും ശിർക്കും മാറുന്നില്ല. റസൂൽ വരുന്നതിന് മുമ്പ് ഏതാണോ തൗഹീദായി അല്ലാഹ് നിശ്ചയിച്ചത് അത് റസൂൽ വന്നതിന് ശേഷം തൗഹീദ് തന്നെ. റസൂല് വരുന്നതിന് മുമ്പ് ഏതാണോ ശിർക്കുള്ളത് അത് റസൂല് വന്നതിന് ശേഷം ശിർക്ക് തന്നെ. റസൂല് വന്നിട്ട് ഖുർആൻ ഇറക്കിയിട്ട് തൗഹീദിൽ ഒരു പുതിയൊരു നിർവചനമോ ഒരു പുതിയ രീതിയോ ഒരു പുതിയ അധ്യാപനമോ വന്നിട്ടില്ല. അത് ഒന്നാമത്തെ മനുഷ്യൻ സ്വീകരിക്കാൻ കടപ്പെട്ട ആദർശമാണ് തൗഹീദ്. അത് എന്താണ് പറഞ്ഞു തരിക മാത്രം ഖുർആൻ ചെയ്തത്. മറ്റ് ശറഈയായ നിയമങ്ങളോ അത് ഖുർആനും ഹദീസും വിശദീകരിച്ചിട്ടുണ്ട്. അത് മാറ്റങ്ങളുണ്ടാകാം. കഴിഞ്ഞ കാല അമ്പിയാക്കൾ പറഞ്ഞതിനപ്പുറം നമസ്കാരത്തിന്റെ വിഷയത്തിൽ മാറ്റമുണ്ടാവാം, നോമ്പിന്റെ കാര്യത്തിൽ മാറ്റമുണ്ടാകാം, മറ്റു പല രംഗത്തും മാറ്റമുണ്ടാകാം. ഞാൻ തൗഹീദിൽ മാറ്റമില്ല. അതാണ് നഹ്നു അമ്പിയാക്കളെ കുറിച്ച് അല്ലാഹു റസൂൽ പഠിപ്പിച്ചു. അൽ അംബിയാഉ ഇഖ്വത്തുൽ ലിഅല്ലാത്തിൻ. ഒരു പിതാവിന്റെ ഒരു മനുഷ്യന്റെ വ്യത്യസ്ത ഭാര്യമാരിൽ ജനിച്ച മക്കളെ പോലെയാണ് അമ്പിയാക്കൾ പരസ്പരം. അഥവാ ദീനുനാ വാഹിദ്, ഞങ്ങളുടെ ദീൻ ഒന്നാണ്, അസ്ല് ഒന്നാണ്, വിശ്വാസം ഒന്നാണ്. വ ഉമ്മഹാതുഹും ശത്താ, മാതാക്കൾ വ്യത്യസ്തമാണ്. പിതാവ് ഒന്ന്, ഉമ്മ വ്യത്യസ്തം. ദീൻ ഒന്ന്, വിശ്വാസം ഒന്ന്, ശർഅ് വ്യത്യസ്തം. ആ ദീനിൽ ആ വിശ്വാസത്തിൽ ഏതാണോ പഠിപ്പിക്കപ്പെട്ട തൗഹീദായിട്ട് അതാണ് എന്നും തൗഹീദ്. അവിടെയാണ് ഒരു വിളി എപ്പോൾ ദുആ ആകുന്നു, അവിടെയാണോ ശിർക്ക് വരിക. ഒരു വിളി ദുആ ആകുന്ന നേരത്താണല്ലോ ശിർക്ക് വരിക. എങ്കിൽ ഒരു വിളി എപ്പോൾ ദുആ ആകും. മക്കയിലെ മുശ്രിക്കുകൾ ലാത്തയെ എന്ന് വിളിച്ചിട്ടുണ്ട്, ഉസ്സയെ എന്ന് വിളിച്ചിട്ടുണ്ട്. ആ വിളിയെ ശിർക്കായി ഇസ്ലാം പരിചയപ്പെടുത്തി. എന്തുകൊണ്ട്? ആ മക്കയിലെ മുശ്രിക്കുകൾ പരസ്പരം പലതും ചോദിച്ചിട്ടുണ്ട്, അത് ശിർക്കായി പരിചയപ്പെടുത്തി ഇല്ല. മക്കയിലെ സഹാബിമാർ തന്നെ ഒരു ഘട്ടത്തിൽ വാള് തൂക്കാൻ മരം വേണമെന്ന് ആവശ്യപ്പെട്ടു. നബി തങ്ങൾ പറഞ്ഞു, ഇനി ഇലാഹിനെ ചോദിക്കലാണ്. ഭൗതികമായ കാര്യല്ലേ വാള് തൂക്കൽ മരത്തുമ, അതിനിപ്പോ എന്താ ഭൗതികമായ കാര്യം? പിന്നെന്തേ ഇലാഹിനെ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞത്? ഈ വാള് തൂക്കുമ്പോൾ അഭൗതികമായ ഗുണം അവിടുന്ന് പ്രതീക്ഷിച്ചു. എന്നാ മറ്റൊരു സഹാബി പറഞ്ഞു, സങ്കല്പിക്കുക, റസൂലെ വാള് ഞാൻ ചുമന്ന് കുഴങ്ങി, അതുകൊണ്ട് 10 മിനിറ്റ് ഈ വാള് മരത്തുമെന്ന് കൊളുത്തി വെക്കട്ടെ, എന്ന് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് ഇനി പോകാൻ തന്നാൽ ഈ ഇലാഹിനെ ചോദിക്കാന്ന് പറയോ? ഇല്ല. എവിടെയാ വേർതിരിഞ്ഞത്? ഒരു മരത്തിനെ സമീപിക്കുമ്പോൾ എവിടെയാ വേർതിരിഞ്ഞത്? ആ മാനദണ്ഡമാണ് എല്ലാ സൃഷ്ടിയിലുമുള്ളത്. ഒരാൾ പാമ്പിനെ പേടിച്ചു ശിർക്കാണോ? അല്ല. എന്നാൽ അതേ പാമ്പിനെ പൂജിക്കുന്ന, പാമ്പിനെ ആരാധിക്കുന്നവരാണ് ഈ മനുഷ്യനെങ്കിലോ ആ പാമ്പിനെ പേടിക്കുന്ന പേടി ശിർക്കാണ്. രണ്ടാളും പേടിച്ചത് പാമ്പിനെയാണ്. രണ്ടാളും ചെയ്ത പണി ഒന്നാണ്, പക്ഷെ ഒന്ന് ശിർക്കായി, ഒന്ന് ശിർക്കല്ലാതായി. എന്തുകൊണ്ട്? ഈ പാമ്പിനെ ഒന്നാമത്തെ മനുഷ്യൻ പേടിച്ചപ്പോൾ അതിന്റെ നയിക്കുന്ന ആക്രമണമാണ് ഭയന്നത്. രണ്ടാമത്തെ മനുഷ്യൻ പേടിച്ചതോ അഭൗതികമായി കാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഈ പാമ്പിൽ നിന്ന് ഒരു ഗുണദോഷം ഇയാൾ വിശ്വസിച്ചു, പ്രതീക്ഷിച്ചു. അവിടെ ആ വിശ്വാസം ശിർക്കായി. ആ അടിസ്ഥാനത്തിൽ കൈയൊന്ന് കുപ്പിയാൽ അതും ശിർക്കായി. കൈയൊന്ന് കുപ്പി അത് ശിർക്കായി. ഒന്ന് സല്യൂട്ട് ചെയ്തു പാമ്പ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് ശിർക്കായി. കാരണം എന്താ? ഈ വിശ്വാസമാണ് ബേസ്. ഇനി ജിന്നിനെ പേടിച്ചു ശിർക്കാണോ? അല്ല. എന്നാൽ ജിന്നിനുള്ള പേടി ശിർക്കാകുന്ന ഘട്ടമുണ്ടോ? ഉണ്ട്. അതായിരുന്നു എന്റെ ഒരേ ഒരു ചോദ്യം. എന്റെ സഹോദരൻ അതിലേക്ക് വന്നില്ല, ഞാൻ ആക്ഷേപിക്കുന്നില്ല. ജിന്നിനെ പേടിച്ചു ശിർക്കാണോ? അല്ല. ജിന്ന് ഉപദ്രവിച്ചേക്കാം എന്നൊരാൾ പേടിച്ചാൽ ആ പേടി ശിർക്കല്ല. ജിന്ന് അദൃശ്യമല്ലേ? അദൃശ്യമാണല്ലോ. അദൃശ്യമായ വഴി റബ്ബിനെയല്ലേ പേടിക്കേണ്ടത്? അത് അങ്ങനെ തന്നെയാണ്. എന്നിട്ടും എന്തേ ജിന്നിനെ പേടിച്ച പേടി ശിർക്കല്ലതായി മാറി? അദൃശ്യമായ വഴിയിൽ റബ്ബിനെ പേടിക്കുക എന്നിടത്ത് നാം ഉദ്ദേശിച്ച അദൃശ്യമെന്തോ ആ അദൃശ്യമല്ല ഇവിടെ ജിന്ന് അദൃശ്യം എന്ന് പറയുമ്പോൾ അദൃശ്യം രണ്ടും രണ്ടാണ്. എന്നാൽ മറ്റൊരാൾ ജിന്നിനെ പേടിച്ചു ശിർക്കായി മാറും. എങ്ങനെ? ഈ ജിന്നിന് അഭൗതികമായ കഴിവുണ്ട്. ഈ ജിന്നിന് കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറം ഗുണദോഷം വരുത്താനുള്ള കഴിവുണ്ട് എന്ന അർത്ഥത്തിൽ ഒരു ജിന്നിനെ പേടിക്കുന്നുവോ? ശിർക്ക് തന്നെയാണ്. അവിടെയാണ് മന്ത്രിക്കുന്നവൻ തന്റെ ശൈത്താനോട് കാണിക്കുന്ന പേടി ശിർക്കായി മാറിയത്. മന്ത്രിക്കുന്നവൻ താൻ പൂജിക്കുന്ന പിശാചേതോ ആ പിശാചിനെ നേരെ നൽകുന്ന പേടി ശിർക്കായി മാറിയത് അവിടെയാണ്. ഒരാൾ ജിബ്രീലിനെ സ്നേഹിച്ചു, ഈ സ്നേഹം ശിർക്കാണോ? അല്ല. എന്നാൽ അദൃശ്യമായി സ്നേഹിക്കാൻ റബ്ബിനെയല്ലേ പാടുള്ളൂ. അതെ, ജിബ്രീൽ അദൃശ്യനല്ലേ? അദൃശ്യനാണ്. എന്നിട്ടെന്ത്? അദൃശ്യമായ ജിബ്രീലിനെ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹം ശിർക്കല്ലാതായി മാറി. ജിബ്രീൽ അദൃശ്യമാണെന്ന് പറഞ്ഞ അദൃശ്യവും അദൃശ്യ മാർഗത്തിൽ റബ്ബിനെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന അദൃശ്യവും രണ്ടും രണ്ടാണ്. ഒന്ന്
നമുക്ക് ദൃശ്യമാകുന്നില്ല എന്നേയുള്ളൂ. അവർക്ക് സിസ്റ്റമുണ്ട്, അവർക്ക് സംവിധാനമുണ്ട്, അവർക്കൊരു ഭൗതികതയുണ്ട്, അവർക്കൊരു കാര്യകാരണ ബന്ധമുണ്ട്. ആ ബേസിലെ ഇവന്റെ സ്നേഹമുള്ളൂ. അത് ശിർക്കല്ല. എന്നാൽ താൻ എപ്പോ വിളിച്ചാലും എവിടെ വിളിച്ചാലും ആ വിളി കേൾക്കാനും ഉപകാരം ചെയ്യാനും ഉപദ്രവം വരുത്താനും എന്നെ സഹായിക്കാനും എല്ലാമുള്ള കഴിവ് ജിബ്രീൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ആ ജിബ്രീലിനെ സ്നേഹിക്കുന്നതോ ആ സ്നേഹം ശിർക്കാണ്. കാരണം യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അല്ലാഹുവിനെ സ്നേഹിക്കും പോലെ പങ്കുകാരെ സ്നേഹിക്കുന്നു. അവിടെ സ്നേഹം ശിർക്കായി മാറി. ബഹുമാനവും അങ്ങനെ തന്നെയാണ്. ഒരാൾ അല്ലാഹു റസൂലിനെ സ്നേഹിക്കുന്നു, റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നു, റസൂലുള്ളാഹിക്കുള്ള ആരാധനയാണോ? അല്ല. എന്നാൽ അല്ലാഹു റസൂല് ഇപ്പോൾ ഞാൻ വിളിച്ചാലും കേൾക്കുമെന്നും കാണുമെന്നും സദസ്സിൽ ഹാജരാകുമെന്നും വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിലെ സമസ്തക്കാര് റസൂലോട് ആ അർത്ഥത്തിൽ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും താഴ്മയുമോ ശിർക്കാണ്. എന്തുകൊണ്ട്? ഇവിടെ അഭൗതികമായ വഴിയിലാണ് താഴ്മയുണ്ടായത്, അഭൗതികമായ വഴിയിലാണ് ഇവിടെ സമർപ്പിച്ചത്, അഭൗതികമായ വഴിയിലാണ് ഇവിടെ സ്നേഹിച്ചത്. ആ സ്നേഹം ശിർക്കായി മാറി. ഏത് സൃഷ്ടിയോടും ഈ വ്യത്യാസമുണ്ട്, ഏത് സൃഷ്ടിയോടും ഈ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞിലും അതിന് എഴുതിയത് അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും ചെയ്യാൻ റബ്ബിന് മാത്രമേ കഴിയൂ, ഒരു പടപ്പിനും കഴിയില്ല. എങ്കിൽ പിന്നെ പടപ്പുകൾ ചെയ്യുന്ന ഗുണദോഷങ്ങളോ ഒരു പക്ഷെ ആപേക്ഷികമായ അബോധികം എന്ന് പറയാം. പക്ഷെ ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന അബോധികമല്ല അത്. ജിന്നിനെ കുറിച്ച് അദൃശ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ടാണ് വിചിന്തനം എഴുതിയത് ജിന്നുകളുടെയും മലക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും കഴിവുകളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരമാണ്. അതിനാൽ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുക ഇല്ല. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. 2007 ഫെബ്രുവരി 16 വിചിന്തനം വാരിക. അതാണ് ബേസ്. ആ ബേസിൽ ഒരാൾ ജിന്നുമായി നടത്തുന്ന ഈ പറയപ്പെട്ടതോ അല്ലാത്തതോ ആയ ഇടപാടുകളൊന്നും ശിർക്കാകുന്നില്ല. എന്നാൽ ഈ ജിന്നിനെ സംബന്ധിച്ചുമുള്ളൊരു വിളി ശിർക്കായി മാറുന്നത്, ആ ജിന്നിനെ സംബന്ധിച്ച പേടി ശിർക്കായി മാറുന്നത്, ആ ജിന്നിനെ സംബന്ധിച്ച സ്നേഹം ശിർക്കായി മാറുന്നത്, ആ ജിന്നോടുള്ള താഴ്മയും വിനയം ശിർക്കായി മാറുന്നത് ഈ ജിന്നിന്റെ സിസ്റ്റത്തിനപ്പുറം, ഈ ജിന്നിന്റെ കാര്യകാരണ ബന്ധത്തിനപ്പുറം, ഈ ജിന്നിന്റെ ഭൗതിക സംവിധാനത്തിനപ്പുറം അല്ലാത്തൊരു വഴിയിൽ ആ ജിന്ന് ഇടപെടുമെന്ന വിശ്വാസം കയറുമ്പോൾ ആ പേടി ശിർക്കായി, ആ ചോദ്യം ശിർക്കായി, ആ വിളി ശിർക്കായി, ആ സ്നേഹം ശിർക്കായി. ആ ജിന്നിന്റെ മുമ്പിൽ കൈകൂപ്പിയാൽ അതുപോലും ശിർക്കായി. അവിടെയാണ് ചോദ്യവും ശിർക്കാകുന്നത്. അതാണ് ഇഹ്യാത്തുൽ ഇസ്ലാമി നമ്മളെ പഠിപ്പിച്ചത്. മിൻഹാ മാ ഹുവ ശിർകുൻ വ മിൻഹാ മാ ലൈസ ബിശിർകിൻ. അത് റുഖിയല്ല, അത് ഇലാജല്ല. നമ്മുടെ ഇടയിൽ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് ഇഹ്യാത്തുൽ ഇസ്ലാമി അയച്ചതാണ്. നമ്മുടെ ഇടയിൽ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് KJUവിന് ഒരു പണ്ഡിത സഭയ്ക്ക് മറ്റൊരു സഭ കൊടുത്ത കത്ത, അതിലാ പറഞ്ഞത് ശിർക്കായതുണ്ട്, ശിർക്കേക്ക് വഴിവെക്കുന്നതുണ്ട്. അപ്പോൾ ഏത് ജിന്നാവട്ടെ എന്ത് ജിന്നാവട്ടെ വൈബായ നിൽക്കുന്ന ചോദ്യമാണോ? ശിർക്ക് തന്നെ. അദൃശ്യ മാർഗത്തിലെ ചോദ്യമാണോ? ശിർക്ക് തന്നെ. അഭൗതിക മാർഗത്തിലെ ചോദ്യമാണോ? ശിർക്ക് തന്നെ. അഭൗതിക മാർഗത്തിലെ പേടിയാണോ? ശിർക്ക് തന്നെ. അദൃശ്യ മാർഗത്തിലെ സ്നേഹമാണോ? ശിർക്ക് തന്നെ. അദൃശ്യ മാർഗത്തിലെ ബഹുമാനമാണോ? ശിർക്ക് തന്നെ. അല്ലാത്തൊരർത്ഥത്തിൽ അതിന്റെ സിസ്റ്റവും അതിന്റെ കാര്യകാരണ ബന്ധവും അതിനുള്ളിൽ നിന്നുകൊണ്ട് അത് വല്ലതും ചെയ്തേക്കാം. ഒരു കപ്പ് എടുക്കുകയോ ഒരു സാധനത്തെ അപ്പുറത്ത് വെക്കുകയോ ഒരു കസേര നീക്കുകയോ ചെയ്യുമെന്ന് ജിന്നിനെ കുറിച്ച് ഒരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. വാൻ വിളിക്കട്ടെ വിളിക്കാതിരിക്കട്ടെ. എന്തായിരുന്നാലും നമുക്ക് ചെയ്താലും അല്ലാത്തവർക്ക് ചെയ്താലും നാം ആവശ്യപ്പെട്ടു ഒരു ജിന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ഓൻ കാണുകയാണെങ്കിൽ അവൻ കേൾക്കുകയാണെങ്കിൽ ഓന് പൊക്കാൻ പറ്റുമെങ്കിൽ ഓൻ പൊക്കിക്കോട്ടെ എന്നൊക്കെയുള്ള ചോദ്യമാണോ? ഈ ചോദ്യത്തിന് അഭൗതിക ചോദ്യം എന്ന് പറയില്ല, അഭൗതിക മാർഗത്തിലെ ചോദ്യം എന്ന് പറയില്ല, അദൃശ്യ മാർഗത്തിലെ ചോദ്യം എന്ന് പറയില്ല. അതിനാൽ ദുആ ആകുന്നില്ല. എന്നാൽ അദൃശ്യ മാർഗത്തിൽ ചോദിക്കുകയാണെങ്കിലോ ദുആ തന്നെ, അഭൗതിക മാർഗത്തിൽ ചോദിക്കുകയാണെങ്കിലോ ദുആ തന്നെ. അതാണ് സെയ്ദ് മൗലവി വിശദീകരിച്ചത്. എന്ത് ചെയ്യാനും എപ്പോ വിളിച്ചാലും ചെയ്യാനും കഴിയുമെന്ന വിശ്വാസം സെയ്ദ് മൗലവി ഈ മറഞ്ഞ വഴി വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തില് 127-ാമത്തെ പേജില് അദ്ദേഹത്തിന് ലേഖനം എടുത്തു കൊടുത്തു. അവിടെ കണ്ടു നമ്മള്. അപ്പൊ യഥാർത്ഥത്തില് അദൃശ്യ മാർഗത്തിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭാഷാപരമായ പല അർത്ഥമുണ്ട്.
എന്നാൽ തൗഹീദും ശിർക്കും വേർതിരിയുന്നിടത്തുള്ള അദൃശ്യം അത് കാര്യകാലങ്ങൾക്ക് അതീതം എന്ന അർത്ഥത്തിലാണ്, അഭൗതികം എന്ന അർത്ഥത്തിലാണ്. ആപേക്ഷികമായി അദൃശ്യം എന്ന് പറയാം, അഭൗതികം എന്ന് പറയാം. അത്രയേ KJവിന്റെ പേരിലുള്ള സർക്കുകളും പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യനെ അപേക്ഷിച്ച് അദൃശ്യം അഭൗതികം. അതാണ് ഞങ്ങൾ പ്രബന്ധത്തിലും പറഞ്ഞത്. അവിടെ അദൃശ്യവും അജ്ഞാതവും എന്നാണ് ഞങ്ങൾ പ്രബന്ധത്തിൽ കൊടുത്തത്. അദൃശ്യവും അജ്ഞാതവും ആലമുൻ ഗായിബുൻ അന്നാ എന്നതിന് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അജ്ഞാതവും. അതാണ് സർക്കുലറിൽ അദൃശ്യവും അഭൗതികവും. അത് മനുഷ്യനെ അപേക്ഷിച്ച് ആപേക്ഷികമായിട്ടാണ്. ആ ആപേക്ഷികത ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കില്ലെങ്കിൽ, ആ ആപേക്ഷികതയിൽ ഈ പറയപ്പെട്ടതെല്ലാം വിശ്വസിച്ചാൽ ശിർക്കില്ലെങ്കിൽ അവിടെ ചോദ്യവും ശിർക്കാകുന്നില്ല. എന്നാൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. സബബ് അവിടെയുണ്ട്, സിസ്റ്റം അവിടെയുണ്ട്, സംവിധാനം അവിടെയുണ്ട്. ആ സംവിധാനം ഉപയോഗിക്കാൻ നമുക്ക് അനുവാദമില്ല, നമുക്ക് വകുപ്പില്ല. അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വല്ലവർക്കും അല്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഉപയോഗപ്പെടുത്താം. സുലൈമാൻ നബിക്ക് കൊടുത്തു, അദ്ദേഹം ഉപയോഗപ്പെടുത്തി. നമുക്ക് തന്നില്ല, നമുക്ക് ഉപയോഗപ്പെടുത്താൻ വകുപ്പില്ല എന്നതാണ് വസ്തുത. അല്ല, അവിടെയാണ് വ്യത്യാസം. സബബുള്ളതെല്ലാം ജായിസാകണമെന്നില്ല, സബബുള്ളതെല്ലാം ജായിസാകണമെന്നില്ല. സബബുള്ള കാര്യം തന്നെ അല്ലാഹും റസൂലും പാടില്ലെന്ന് പറഞ്ഞത് മാറ്റിവെക്കണം. സബബായ കാര്യം തന്നെ. അതുകൊണ്ടാണ് വ്യഭിചാരം ഒഴിവാക്കാൻ പറഞ്ഞത്. വ്യഭിചാരം ഹറാമ, സബബുണ്ട്, സബബുണ്ട് പക്ഷെ ഹറാമ. കള്ളുകൂടി സബബുണ്ട് പക്ഷെ ഹറാമ. ദാഹം ശമിക്കാൻ കള്ളു കുടിച്ചു, ഇല്ലാത്ത സബബുത്തോ ഇല്ല, സബബുണ്ട് പക്ഷെ ആ സബബുത്താതെ ഹറാമായി. എന്തുകൊണ്ട്? അല്ലാഹും റസൂലും പാടില്ല എന്ന് പറഞ്ഞു. എന്ന പോലെ ഈ സബബ് ഇവിടെ ഉണ്ട് പക്ഷെ ആ സബബ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അല്ലാഹും റസൂലും പഠിപ്പിച്ചു. എവിടെ? ഒന്ന് ഇസ്തിംതാഅ് പറഞ്ഞു, മറ്റൊന്ന് വസീല പറഞ്ഞു, മൂന്നാമത് ഇതെല്ലാം ഉണ്ടായിട്ടും നബിതങ്ങളുടെ നാവിൽ നിന്ന് ഇസ്ലാം കേട്ട് മുസ്ലിമായ ജിന്നുണ്ടായിട്ടും സ്വഹാബിയായ ജിന്നുണ്ടായിട്ടും അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അവരെ വിളിച്ചില്ല. അപ്പോൾ അത് കേവലം ജായിസല്ല, മതപരമായ തടസ്സമുണ്ട് എന്ന് അതിൽ വ്യക്തമാണ്. അതുകൊണ്ടും ചെയ്തില്ല. ഈ മൂന്ന് ന്യായം വെച്ചിട്ടാണ് ആലു ശൈഖ് പറഞ്ഞത് മുഹറമുൻ, ഹറാമായതാണ്. സവാഉൻ കാന ഇസ്തിഗാസത്തുൻ ബിൽ ജിന്നിൽ മുസ്ലിമി അം ബിൽ ജിന്നിൽ കാഫിർ ശൈത്വാനി. കാഫിർ ജിന്നാവട്ടെ മുസ്ലിം ജിന്നാവട്ടെ ഏതായാലും ശരി ഹറാം തന്നെ എന്ന് ആലു ശൈഖ് ഫത്വ നൽകിയത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ സബബുണ്ട്, ഉള്ള സബബ് പക്ഷെ ഉപയോഗിക്കാൻ വകുപ്പില്ലാത്ത സബബ്, അത് ഉപയോഗിച്ച കുറ്റമാണ് അവന് വരുന്നത്. അല്ലാത്ത മുഹീദ്ദീൻ ശൈഖിന്റെ വിഷയത്തിൽ സബബേ ഇല്ല, സിസ്റ്റമേ ഇല്ല. ഇപ്പോഴത്തെ സിസ്റ്റം ഉണ്ട്, അപ്പോഴത്തെ സിസ്റ്റം ഇല്ല. ഇല്ലാത്ത സിസ്റ്റം ഉപയോഗിച്ചു, അപ്പൊ ശിർക്കായി. ഉള്ള സിസ്റ്റം പക്ഷെ അനുവദിക്കപ്പെടാത്ത സിസ്റ്റം ഉപയോഗിച്ചു, അപ്പോൾ അനുവാദമില്ലാത്തത് ചെയ്തു എന്ന വകുപ്പായി ഹറാം വന്നു. അതാണ് ആലു ശൈഖിന്റെ ഫത്വ. അതാണ് ഞങ്ങളുടെ പ്രബന്ധത്തിൽ അവസാനത്തെ വാചകം അതാണ്. അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ഹറാമുൻ. ഇസ്തിആനത്തു ബിൽ ജിന്നി ഹറാമാണ്. സവാഉൻ കാനത് ഇസ്തിആനത്തു ബിൽ ജിന്നിൽ മുസ്ലിമി അം ബിൽ ജിന്നിൽ കാഫിർ ശൈത്വാനി. കാഫിർ ശൈത്താനുമായ ജിന്നായാലും മുസ്ലിം ജിന്നായാലും ശരി ഇസ്തിആനത്ത് ഹറാം എന്ന ആലു ശൈഖിന്റെ ഫത്വ ഈ പ്രബന്ധന അവസാനമായി എടുത്തുകൊടുത്തത് കൊണ്ടാണ്. അപ്പൊ കാര്യം ക്ലിയർ ആണ്. സബബുണ്ട് പക്ഷെ ഉള്ള സബബ് ഉപയോഗിക്കാൻ വകുപ്പില്ല. മറ്റ് സബബ് ഇല്ല. മരിച്ച പോലെ വിഷയത്തിൽ അംബിയാവിന്റെ വിഷയത്തിൽ സബബേ ഇല്ല. അപ്പൊ പിന്നെ സബബിന് അപ്പുറം ഇടപെടുമെന്ന വിശ്വാസം ഉണ്ടെങ്കിലേ വിളി വരൂ. അവിടെ വിളിയെല്ലാം ശിർക്കായി. ഇവിടെ സബബിന് ഉള്ളിൽ ഇടപെടുമെന്ന വിശ്വാസമാണോ? ആ വിശ്വാസം ശിർക്കല്ല, ആ വിളി പ്രാർത്ഥനയല്ല. എന്നാൽ സബബിന് അപ്പുറം ഇടപെടുമെന്ന വിശ്വാസമാണോ? ആ വിശ്വാസം ശിർക്കാണ്, ആ വിളിയും ശിർക്കാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥന വിശദീകരിച്ചെടുത്ത് സൃഷ്ടി കഴിവിനധീനം സൃഷ്ടി കഴിവിനധീനം എന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയത്. അസ്സലാമു അലൈക്കും. ഇവിടെ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മളെ ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ജിന്നിനോടുള്ള ഇസ്തിആനത്തുമായി ബന്ധപ്പെട്ടാണ്. അതുമായിട്ട് ഒരു ഷോർട്ടായ ഒരു മറുപടി ഞാൻ നൽകാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിയായ സബബുകൾക്കപ്പുറം നമ്മളൊരു മാർഗം സ്വീകരിക്കുകയും ആ ആദിയായ സബബുകൾക്കപ്പുറം മാർഗമായി നമ്മൾ ഇസ്തിആനത്തു ഇസ്തിഹാസ നടത്തിയാൽ അതാണ് ശിർക്ക്. അത് വെള്ളം ചോദിച്ചാലും അത് പിന്നെ വല്ല ആനനെ ചോദിച്ചാലും ഒക്കെ കണക്കാണ്. ഈ മാർഗമാണ് പ്രശ്നം. ഇവിടെ ഫൈസൽ മുസ്ലിയാർക്ക് ഈ സബബ് എന്താണെന്ന് പിടിയിട്ടിട്ടില്ല. അതാ പ്രശ്നം. ഫൈസൽ മുസ്ലിയാർ ആകെ പഠിച്ചത് ഭൗതികം അബൗദികം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിച്ചു തീർക്കാൻ നമുക്ക് വിചാരിച്ച ഭാഷ.
ഇവിടെ സബബ് എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യവസ്ഥയിൽ ഇവിടുത്തെ പ്രകൃതി വ്യവസ്ഥ, പ്രപഞ്ച വ്യവസ്ഥ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്താണ്? ഇപ്പൊ മൂപ്പരെന്നെ പറഞ്ഞൊരു ഉദാഹരണം. എന്താ ഉദാഹരണം? ഒരാൾക്ക് സന്താനമുണ്ടാകണം എങ്കിൽ എന്ത് വേണം? അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ എന്താ? അണ്ടബീജ സങ്കലനം നടക്കണം. ഈ അണ്ടബീജ സങ്കലനം നടക്കാൻ രണ്ട് വഴിയുണ്ട്. വ്യഭിചരിക്കാം, അതുപോലെ തന്നെ വിവാഹം കഴിക്കാം. അല്ലാഹു ഒരു കാര്യം നേടിയെടുക്കാൻ ഒരു കാരണത്തെ ഉണ്ടാക്കിയിട്ട് ആ കാരണത്തിൽ പിന്നെ ആ കാരണത്തെ സമീപിക്കാൻ പാടില്ലാത്ത വഴിയുണ്ടാവും, പാടുള്ള വഴിയുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇവിടെ വിവാഹം എന്ന പാടുള്ള വഴിയുണ്ട്, വ്യഭിചാരം എന്ന പാടില്ലാത്ത വഴിയുണ്ട്. ഇവിടെ ജിന്ന് സബബാണെങ്കിൽ പിന്നെ പാടുള്ള ഒരു വഴിയും കാണണം, പാടില്ലാത്ത വഴിയും കാണണം. എന്റെ മൂപ്പർക്ക് ജിന്ന് സബബായി വരുമ്പോ പാടില്ലാത്ത വഴി മാത്രം. അപ്പൊ വികലാംഗൻ, അപ്പൊ സബബ് വികലാംഗൻ, ഒറ്റക്കാലി സബബിന് അല്ലേ, ഒറ്റ വഴി. നിങ്ങൾ ആലോചിക്ക്, ഇവിടെ ദാഹം തീർക്കാനുള്ള സബബ് എന്താ? വെള്ളമാണ്. ആ വെള്ളം ആൽക്കഹോളിക്കായിട്ട് ഉപയോഗിക്കാം, ദാഹം തീർക്കാം. അതുപോലെ തന്നെ പഞ്ചസാര ചേർത്ത് ദാഹം തീർക്കാം. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സബബിനെ സ്വീകരിക്കാൻ ആ കാര്യത്തെ നേടാനുള്ള കാരണത്തെ സ്വീകരിക്കാൻ അല്ലാഹു വിരോധിച്ച മാർഗം ഉണ്ടാവും, ജായിസായ മാർഗം ഉണ്ടാവും. രണ്ടുണ്ടാവണം. എന്താ ജിന്നിന്റെ കാര്യത്തിൽ ഒന്ന്? എവിടുന്ന് കിട്ടി? ജിന്നിന്റെ കാര്യത്തിൽ ഒന്ന്, ഒരു പ്രമാണം ആ വിഷയത്തിൽ നിങ്ങൾ ഉദ്ധരിക്കും. ജിന്നിന്റെ കാര്യത്തിൽ ഒന്നുള്ളോ? വെറുതെ തൊള്ള തോണി അക്കലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓടി രക്ഷപ്പെടാന്ന് വിചാരിച്ച ജിന്നിന്റെ കാര്യത്തിൽ എത്തുമ്പോ ഒരൊറ്റ സബബ്, ഒറ്റ വഴി, സബബ് നേടാൻ ഒറ്റ വഴി. ഇനി എന്താ സബബ്? നമ്മൊരു കാര്യം നേടിയെടുക്കാൻ അവിടെ നിശ്ചയിച്ച കാരണമാണ്. ഉദാഹരണത്തിന് രോഗം മാറുക എന്ന കാര്യം നേടണമെങ്കിൽ മരുന്ന് എന്ന സബബ് നമ്മൾ സ്വീകരിക്കണം. ഇവിടെ അല്ലാഹു ജിന്നിനെ സബബാക്കിയിട്ടുണ്ട് ഇത്ര, എന്ന് വെച്ചാൽ ജിന്നിലൂടെ നമുക്ക് നേടിയെടുക്കാനുണ്ട് ഇത്ര. അന്തോ നേടാൻ പാടില്ല, നേടിയെടുക്കാനുള്ള ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സബബ് എന്ന് പറഞ്ഞാലാണല്ലോ ഒരു കാര്യം നേടിയെടുക്കാനുള്ള കാരണമാണ് സബബ്. ഇവിടെ ജിന്നി എനിക്ക് ഏത് കാര്യം നേടിയെടുക്കാനുള്ള കാരണം, ഏത് കാര്യം നേടിയെടുക്കാനുള്ള കാരണം എന്താണ് നിശ്ചയിച്ചത്? എന്നിട്ടോ ആ കാര്യം നേടലോ അത് പാടില്ല. ജിന്നിനെ ഉണ്ടാക്കി എന്തിനാ? ജിന്നിനെ ഇവിടെ സൃഷ്ടിച്ചു വെച്ചുള്ള എന്തിനാ? ഇതാ ഒരു കാര്യം നേടിയെടുക്കാനുള്ള കാരണമായി അല്ലാഹു ജിന്നിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടോ എനിക്ക് ആ കാര്യം നേടിയെടുക്കാൻ പാടില്ല. ഇതെന്ത് സബബ് ആണ് പറഞ്ഞു. മുസ്ലിം എനിക്ക് സബബ് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഈ ഭൗതികം അഭൗതികത്വമൊക്കെ ഇരുന്ന് തിരിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് അന്തി വെളുപ്പിക്ക എന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ അന്ന് നോട്ടിട്ടാണ് നിങ്ങളെ ഭൗതികം പൊളിക്ക് ഞങ്ങൾ സബബുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇവിടെ സബബ്. അങ്ങ് വേറൊരു ഉദാഹരണം പറയട്ടെ. അല്ലാഹു വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ സ്വഹീഹായ ഹദീസിലോ വന്നിട്ടുള്ള വേറൊരു ഉദാഹരണം പറയട്ടെ. അല്ലാഹു സബബായി നിശ്ചയിക്കുകയും ചെയ്ത് അത് പിന്നെ സ്വീകരിക്കൽ ഹറാം. അല്ലാഹു സബബായി നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാ സബബായി നിശ്ചയിച്ചത്? മൂപ്പരധാരണ ജ്യോത്സ്യനെ സമീപിക്കാനുള്ള സബബായിട്ട് നിശ്ചയിച്ചത്. അതെന്തറിയോ? ജിന്നുകളെ നമുക്കൊരു ദുർറ് ബാധിക്കാൻ, നമുക്കൊരു ഷർറ് ബാധിക്കാൻ സബബായി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളെ ചോദ്യം എന്താ? എനിക്കൊരു മൻഫഅത്ത് നേടിയെടുക്കാൻ, ഒരു ഉപകാരം നേടിയെടുക്കാൻ, അതല്ലെങ്കിൽ ഒരു ഉപദ്രവത്തെ തടുക്കാൻ അല്ലാഹു എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ സമീപിക്കേണ്ട ഒരു സബബായി ജിന്നിനെ എനിക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല, കളവാണ്. അങ്ങനെ നിശ്ചയിച്ചു തന്നിട്ടില്ല. ഉണ്ടെന്ന് പറയാൻ ധൈര്യമില്ല. അതിന് ജോത്സ്യൻക്ക് സബബ് എന്നിട്ട് അവിടെ സബബ് എന്നാണ്, സാധനം സബബാണ്. മൂപ്പരധാരണ സബബ് എന്ന് പറഞ്ഞ കുതിരത്തുന്ന സബബ് എന്ന് പറഞ്ഞ കുതിരത്താ, അല്ലെങ്കിൽ സബബ് എന്ന് പറഞ്ഞ ഇവിടെ സാധനം ഉണ്ടെന്ന മൂപ്പരധാരണ. സാധനം ഉണ്ടായിക്കോട്ടെ, സാധനം അവിടെ ഉണ്ടായിക്കോട്ടെ. അപ്പൊ അർശില്ലേ, അർശുണ്ട്. എന്നാ അർശിന്റെ മഹത്തുണ്ട്. എന്നാ അർശിനെ എനിക്ക് സബബാക്കിയിട്ടുണ്ടോ? എനിക്ക് വല്ല സഹായം കിട്ടാനുള്ള? ഇല്ല. സാധനം അവിടെ ഉണ്ടെങ്കിലും സബബാവണമെന്നില്ല. ഈ വ്യവസ്ഥയിൽ സാധനം ഉണ്ടെങ്കിലും സബബാവണമെന്നില്ല. ഇവിടെ ജിന്നില്ലേ? ജിന്നുണ്ട്. എന്നാ എനിക്ക് സബബാക്കിയിട്ടുണ്ടോ? സബബാക്കിയാൽ ഹലാലായ ഒരു മാർഗം കാണണ്ടേ? സബബാക്കിയിട്ടുണ്ടെങ്കിൽ ജായിസായ ഒരു മാർഗം കാണണം. അതിന്റെ ഒപ്പം ജായിസ് അല്ലാത്തൊരു മാർഗം കാണണം. അങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സന്താനോൽപാദനത്തെ പിന്നെ അല്ലാഹു സബബാക്കിയതും സ്വീകരിക്കാൻ പാടില്ലാത്തതുമുണ്ട്, സ്വീകരിക്കാൻ പാടില്ലാത്തതുമുണ്ട്. സബബാക്കിയതിന് സ്വീകരിക്കാൻ പാടുള്ള മാർഗവും സബബിനല്ല, സബബാക്കിയതിന് സ്വീകരിക്കാൻ പാടുള്ള മാർഗവും പാടില്ലാത്ത മാർഗമുണ്ട്. അത് എല്ലാ വിഷയത്തിലുണ്ട്. എന്റെ ജിന്നിന്റെ വിഷയത്തിൽ മാത്രം പാടുള്ള മാർഗം കാണാത്തത്? പാടില്ലാത്ത മാർഗം മാത്രം കാണാം ജിന്നിന്റെ വിഷയത്തിൽ. അതാണ് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത്. ഇവിടെ ജിന്നിനോടുള്ള ഇസ്തിആനത്ത് നമുക്ക് അനുവദനീയമാകാത്തത്, നമുക്ക് അത് പാടില്ലാത്തതിന്റെ കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനെ എന്താക്കിയിട്ടില്ല, സബബായി നിശ്ചയിച്ചിട്ടില്ല. ഒരു നന്മ നേടിയെടുക്കാൻ, ഒരു ഖൈർ ഉണ്ടാകുന്നതിന് വേണ്ടി, ഒരു ളുറ് തടുക്കുന്നതിന് വേണ്ടി അല്ലാഹു സബബ് നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൂടെ നേടിയെടുക്കാൻ എനിക്ക് പറ്റില്ല. ഒരാൾ പറയാണ്, എന്താ മലക്കുകളെ എനിക്ക് സബബ്. മലക്കിനോട് ചോദിക്കാൻ പറ്റുമോ? മലക്കിനോട് ചോദിച്ചാൽ എന്താ വിധി? ശിർക്കാണ്. മലക്കിനോട് ചോദിച്ചാൽ ശിർക്കാണ്. കാരണം എന്താ? മലക്കിനെ എനിക്ക് സബബാക്കിയിട്ടില്ല ചോദിക്കാനുള്ള.
അതാണ് അവിടുത്തെ വിഷയം. എന്നാ മലക്കുണ്ടെന്ന് വിശ്വസിച്ചാലോ, മലക്കിനെ അല്ല ചില ജോലി ഏൽപ്പിച്ചെന്ന് വിശ്വസിച്ചാലോ അതിലൊരു തെറ്റില്ല, അത് വിശ്വസിക്കണം. പക്ഷെ ഇവിടെ സബബാക്കിയിട്ടുണ്ടോ അത് വേർതിരിച്ച് ഫൈസൽ മുസ്ലിയാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്ര നിങ്ങളൊന്ന് ആലോചിക്കുക. എന്താണ് അള്ളാഹു ഒരു കാര്യത്തെ മനുഷ്യന്മാർക്ക് സബബാക്കി, ഒരു കാര്യം നേടിയെടുക്കാനുള്ള സബബാക്കി. ആരെ? പിന്നെ സന്താനോൽപാദനത്തിന് അല്ലെങ്കിൽ വേണ്ട ദാഹം തീരുന്നതിന് വേണ്ടി വെള്ളത്തെ അള്ളാഹു ഒരു സബബാക്കി. എന്നിട്ട് അല്ല പറയേ വെള്ളം കുടിക്കാൻ പാടില്ല, വെള്ളം എങ്ങനെയായാലും കുടിക്കാൻ പാടില്ല. വെള്ളത്തെ ആ സബബിനെ സമീപിക്കൽ അങ്ങനെ അടച്ചുപൂട്ടി. ഏതുപോലെ നബിക്കാമാർ അടച്ചുപൂട്ടിയല്ലോ അതുപോലെ അടച്ചുപൂട്ടി. ഇങ്ങനൊരു സബബുണ്ടോ? ഇങ്ങനൊരു സബബുണ്ടോ? ഇവിടെ ഒരു സബബ് ഉണ്ടാവുമ്പോ സബബിനെ സ്വീകരിക്കേണ്ട മാർഗം പാടുള്ളതും പാടില്ലാത്തുണ്ടാവും. അങ്ങനെ ജിന്ന് ഒരു മംഫഅത്ത് നേടിയെടുക്കാൻ, ഒരു ളുറ് തടിക്കാനുള്ള സബബാണെങ്കിൽ ജിന്നിന്റെ സമീപിക്കേണ്ടതും സമീപിക്കാൻ പാടില്ലാത്തതുമായ രണ്ട് മാർഗം ഉണ്ടാവും. മാർഗം പറയും. നിങ്ങൾ വെള്ളത്തിന് സബബ് എന്ന് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞുതരാം ജായിസായ മാർഗം, ഹറാമായ മാർഗം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ സന്താനോൽപാദനം, അതിന് അണ്ടബീജ സങ്കലനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. ആ വ്യവസ്ഥ നേടിയെടുക്കാനും നേടാൻ പാടില്ലാത്തതുമായിട്ടുള്ള വിഷയം ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് കാര്യമാണ് അള്ളാഹ് സബബ് നിശ്ചയിക്കുകയും അത് വെറും ഹറാമ് മാത്രമായിട്ട് അടുക്കാൻ പാടില്ലാത്തത് മാത്രമാക്കി വെച്ചിട്ടുള്ളത് വേറെ നിങ്ങൾക്ക് പറയാൻ പറ്റാ? നിങ്ങളെ തൊള്ള മതിയോ? ഈ അതാ കിലാനിയത്ത് എന്നറിയാം. നിങ്ങളെ തൊള്ള പോരാ. ആയത്ത് പറയും, ഹദീസ് പറയും, ഫൈസൽ മുസ്ലിം ഇതിന് വാശി വേണ്ട. അള്ള ജിന്നിന് ഒരു മംഫഅത്ത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ അറിയോ? അള്ള ജിന്നിന് ളുറ് ബാധിക്കാനുള്ള നമുക്ക് സബബാക്കിയിട്ടുണ്ട്. അതിനൊരു സംശയമില്ല. നമുക്കൊരു ളുറ് ബാധിക്കാനുള്ള സബബാക്കിയിട്ടുണ്ട്. മൂപ്പര് ധരിച്ച് ഈ ളുറ് ബാധിക്കാനുള്ള സബബ് തന്നെ മതി മംഫഅത്ത് ലഭിക്കാനും സബബാവാൻ. ഈ ളുറ് ലഭിക്കാനുള്ള സബബ് തന്നെ മതി എന്താ പിന്നെ ഒരു ളുറ് തടിക്കാനുള്ള സബബാവാൻ അല്ല. മുസ്ലിം ഓരോന്നിനും സബബുണ്ട്, ഓരോ കാര്യം. അതാ നിങ്ങൾക്ക് സബബ് മനസ്സിലായിട്ടില്ല. നിങ്ങൾ കുഞ്ഞീതും അതിന്റെ പുസ്തകത്തിൽ കാര്യകാരണബന്ധം ഉദ്ദേശിച്ചുകൊണ്ട് അഭൗതികം എന്ന് പറഞ്ഞ വാക്ക്, നിങ്ങൾ ആദ്യം അഭൗതികം എന്താണെന്ന് മനസ്സിലാക്കണം. ഈ അഭൗതികം എന്ന വേർഡ് ഈ ഭാരതത്തിലെ കേരളത്തിൽ നിന്നുണ്ടായ ഒരു വേർഡാണ് മലയാളത്തിലെ അഭൗതികം എന്ന് പറയുന്നത്. അത് ഉണ്ടാവാൻ ഒരു സാഹചര്യം ഉണ്ട്. എന്താ സാഹചര്യം? ഇവിടെ വിശദീകരിക്കപ്പെടും. നിങ്ങൾ ആദ്യം ഭാഷാ ഡിക്ഷണറി ഒക്കെ എടുത്ത് നോക്കണം. മലയാളത്തിലെ ഇവിടെ വിശദീകരിക്കപ്പെടാൻ ഇവിടെ ശാസ്ത്രത്തിന്റെ ഫിസിക്സിന്റെ ടൂൾസ് ഉപയോഗിച്ച് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു മേഖലയെ എങ്ങനെ അഭിസംബോധന ചെയ്യാം എന്ന പദപരമായിട്ടുള്ള ചർച്ചയാണ് അഭൗതികം എന്ന വേർഡിന്റെ ഉത്ഭവം. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് അള്ളാടെ ഹാസായ ഒരു ഇസ്മായിട്ടല്ല അഭൗതികം എന്ന് പറയാ. മനസ്സിലായോ? നിങ്ങൾ വർത്താനം കട്ടവായിരിക്കും ഈ അഭൗതികം ഒരു ഹാസായ ഇസ്മാണ് വേറെല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ആകെ ശിർക്കായി. എന്റെ കുട്ടികൾ പറഞ്ഞിടക്കെ ചിന്ന അഭൗതികം എന്ന് പറഞ്ഞാൽ മുശ്രിക്കായി. ഏതാ ഈ പൊട്ടത്തിന് മൂപ്പര് പറയും, അവരത് ഏറ്റുപിടിക്കും. അല്ല, അത് ഇവിടെ ആ വേർഡ് ഉത്ഭവിച്ചത് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. വേർഡ് ഉത്ഭവിച്ചത് തന്നെ അള്ളാഹിനെ പരിചയപ്പെടുത്താൻ, അള്ളാഹെ ഒരു ഇസ്മായിട്ട് പരിചയപ്പെടുത്താനല്ല. ആ വേർഡ് ലോകത്തൊന്നിലും ഉത്ഭവിച്ചത്. നിങ്ങൾ അറബിയിൽ പറയും, അറബിയിലുണ്ടല്ലോ അഭൗതികം എന്ന് പറഞ്ഞ വേർഡ്, ഇംഗ്ലീഷിലുണ്ടല്ലോ അഭൗതികം എന്ന് പറഞ്ഞ വേർഡ്. ഓർക്ക് ഉത്ഭവിച്ചത് ഫിസിക്സിന്റെ ടൂൾസ് അനുസരിച്ച് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു ലോകത്തെ, ആ ലോകത്തെ വിശദീകരിക്കാനാണ് അഭൗതികം എന്ന വേർഡ്. അതിങ്ങനെ കുറുക്കിക്കൊണ്ടെന്ന് അത് സുന്നിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാര്യകാരണബന്ധത്തിന് അധീനം എന്ന് പറഞ്ഞ് സുന്നിക്ക് പിടിയിട്ടുണ്ടായപ്പോ അതിനെ വിശദീകരിക്കാൻ ഈ വേർഡ് ഉപയോഗപ്പെടുത്തിയപ്പോ അതെടുത്തുണ്ടെന്നിട്ട് ഇവിടെ സബബും വിഷയമൊക്കെ മുമ്പിൽ മറന്ന് ഇതൊന്നും അധികം ഓടൂല മുസ്ലിയാരെ, ഇതധികം ഓടൂല. ഇതൊക്കെ ഫസ്റ്റ് ഒരു ഷോക്ക് ഉണ്ടാവും ആൾക്കാർക്ക്. പെട്ടെന്ന് ഭൗതികം എന്ന് പറഞ്ഞാൽ അപ്പൊ അള്ളാനെ പറഞ്ഞു, അപ്പൊ അള്ളാഹ്ക്ക് മാത്രമല്ല പറ്റൂ, അള്ളാഹ് ജിന്നിനായാലോ, ജിന്നിന് പറ്റി, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ പൊളിക്കും. കാരണം എന്താ അറിയോ? അക്കലാനിയത്ത് പൊളിയണം. ഇത് ബാത്തിലാണ്, ഇത് പൊളിയണം. ഈ ബാത്തിന് പൊളിയൽ പ്രകൃതിയുടെ നിശ്ചയമാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. സബബ് പിടിച്ചപ്പോ മൂപ്പർക്ക് ഇല്ല. ജാഅൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. അതെ, സത്യം വന്നാൽ അസത്യം പൊളിയും, സബബ് വന്നാൽ അഭൗതികം. നിങ്ങളെ ഈ വിശദീകരണം പൊളിയും. അഭൗതികം പൊളിയുക തന്നെ വേണം, അഥവാ നിങ്ങളുടെ ഈ വിശദീകരണം പൊളി തന്നെ വേണം എന്നാണ് എനിക്ക് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ ചോദ്യകർത്താവ് മനസ്സിലാക്കിക്കോ. ഈ വക ആൾക്കാർ പറയണം കേട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളോ കോടാലിയോ കൈക്കോട്ടോ ഒന്നും ചോദിക്കാൻ പോണ്ട. അള്ളാഹു ആദിയായ സബബുകൾക്കുള്ളിൽ നിശ്ചയിച്ച സബബുകളിലൂടെ ഉള്ള തേട്ടമല്ലാത്ത എല്ലാ ശിർക്കാണ്. അതും ആലമുൽ ഷഹാദത്തിൽ വേണം, എന്നാലേ അത് അനുവദനീയാവുള്ളൂ. ആലമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ആദിയായ സബബിന് പുറത്തുന്ന ഹിസ്സിയായ സബബിന് പുറത്താ ആലമുൽ ഗൈബ്. അപ്പൊ ഹിസ്സിയായ സബബിന് പുറത്ത്, അതുപോലെ തന്നെ പിന്നെ ഈ ആദിയായ സബബിന് പുറത്ത് നിങ്ങളാക്കി കേവമൗലവി എഴുതിയത് ആദിയായ സബബുകൾക്കപ്പുറമുള്ള മാർഗങ്ങളാൽ രക്ഷപ്പെടുത്തുവാൻ അപേക്ഷിക്കുകയെന്ന ഇസ്തിഹാസ, സഹായിക്കുവാൻ അപേക്ഷിക്കുക എന്ന ഇസ്തിആനത്ത് എന്നിവ രണ്ടും ഏറ്റവും അങ്ങേയറ്റമായ താഴ്മയോട് കൂടിയുള്ള അപേക്ഷ എന്ന ദുആയിൽ ഉൾപ്പെടുന്നവയാകുന്നു.
ഏതായാലും അവസാനമായി സാക്ഷ്യം പറഞ്ഞു വെച്ചെന്താ, അഭൗതികം പൊളിയുക തന്നെ വേണം. അത് പൊളിഞ്ഞു, അത് പൊളിഞ്ഞു. ജിന്ന അഭൗതിക എന്നുള്ള വാദം പൊളിഞ്ഞു, മലക്ക് അഭൗതിക എന്നുള്ള വാദം പൊളിഞ്ഞു. അതാ സാക്ഷ്യം പറഞ്ഞത് അഭൗതികം പൊളിയണം. ആയത്ത് ഫിറ്റാണ്. ഇന്നൽ ബാത്തില കാന സഹൂഖ. ഇനി സീഡി കാണുമെന്ന് തീരുമാനിച്ചോട്ടെ, സീഡി കാണുമെന്ന് തീരുമാനിക്കട്ടെ. ഏതാ പൊളിഞ്ഞത്, ഏതാ തെളിഞ്ഞത്, ബുദ്ധിയുള്ളവൻ കാണട്ടെ, അവർ മനസ്സിലാക്കട്ടെ. അപ്പൊ ഏതായാലും ഇപ്പൊ സാക്ഷ്യം കിട്ടേണ്ടത് എന്താ, എന്നാ പിന്നെ അനുവദനീയായത് വേണ്ടേന്നാ. ഇതിന്റെ സാക്ഷ്യമില്ല, ഇതിന്റെ സിസ്റ്റേ ഇല്ല, ഇത് സാധനമേ ഇല്ല. ജിന്നാമ്പ് മാത്രം തന്നെ ഹറാമ് മാത്രം ഒരു അനുമതിയായി കിട്ടണ്ടേനാ, കിട്ടൂല. ചോദിക്കാൻ പൂതി വെക്കാൻ നടക്കൂല. കാരണം എന്താ, ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഈ സാങ്കല്പിക ചോദ്യങ്ങളെല്ലാം വന്നത് എവിടുന്ന, ഇത്തരം അക്രാനികളെ വായുന്നതിനാണ്. പുഴവക്കത്ത് ജിന്നുണ്ടെ വിളിക്കാൻ പറ്റോ, അപ്പത് ജിന്നുണ്ടെ ചോദിക്കാൻ പറ്റോ, ഇവിടെ ജിന്നുണ്ടെ ചോദിക്കാൻ പറ്റോ, ഈ ചോദ്യമെല്ലാം അവിടേക്ക് ജിന്നുണ്ടെന്ന് തോന്നലുമെന്നായിരിക്കാം ഈ പറയപ്പെടുന്ന ആൾക്കാർക്ക് തന്നെയാണ്. ഈ പറയപ്പെടുന്ന ആളുകൾക്ക് ആ തോന്നി അവിടെ ജിന്നുണ്ടെങ്കിലോ എന്നാ പറ്റോ, അവിടെ ചോദിച്ചത്. ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല എവിടെയും ജിന്നുണ്ടാവും എന്നുള്ളത്. എവിടെങ്കിലും ചെല്ലുമ്പോ ഇവിടെ ജിന്നുണ്ടായിക്കൂടെ ഇല്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കുക എന്ന് തോന്നിയിട്ടില്ല. തോന്നിയവരാണ് ആ ചോദ്യവുമായി വന്നത്. അപ്പൊ യഥാർത്ഥത്തില് അഭൗതികം എന്ന വാദം പൊളിഞ്ഞു. അത് പൊളിയണമെന്നാ സാധിച്ചു പറയും. അത് എപ്പോഴോ പൊളിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് അഭൗതികമാണെന്ന വാദം. ഇനി എനിക്ക് സംഭവം തിന്നിട്ടില്ല, എനിക്ക് കാര്യകാലം തിന്നിട്ടില്ല, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇത് കേൾക്കണോന്ന് മനസ്സിലാവും എവിടെ തിരിഞ്ഞത്, ആർക്കാ തിരിയാത്തത്, ആരാ നട്ടം തിരിഞ്ഞത് എന്നെല്ലാം ഇത് കേൾക്കുന്ന തീരുമാനിച്ചോട്ടെ എന്ന് മാത്രമേ അതിനെല്ലാം കൂടി ഒറ്റ വാക്കിൽ പറയാനുള്ളൂ. ഏതായിരുന്നാലും ഇപ്പൊ ഏതായാലും എന്തായി, ഇതുവരെ ചോദിച്ചാൽ എന്താ, വിളി കേട്ട് മംഫത്ത് ചെയ്യാൻ നുറുതെടുക്കാൻ സംഭവമുണ്ടോന്നാ. ഇപ്പോഴോ നുറ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അയിമെന്ന് മംഫത്ത് കിട്ടുമോന്നാ. ലുറാക്കിയിട്ട് ഇവിടെ സംഭവമുണ്ട്, നമുക്ക് ലുറ് വരുത്തി വെക്കാൻ സംഭവമുണ്ട്, അതിന് മംഫായത്ത് കിട്ടുമെന്നാ. ലുറുണ്ടെങ്കിൽ മംഫായത്തും ആയില്ലേ, ഒന്ന് ചെയ്യാൻ മറ്റൊന്നിന് വളായില്ലേ. ഒരാൾക്ക് നുറാകും മറ്റൊന്നത്, അത് മംഫായത്തായില്ലേ. സാഹിർ സിഹിറിലൂടെ ഒരാൾക്ക് ഉപദ്രവം ചെയ്യുന്നു, അത് മറ്റൊന്നു സഹായമായി മാറുന്നു. ജോത്സ്യൻ തന്നെ ജോത്സ്യപ്പണിലൂടെ ഉപദ്രവം ചെയ്യുന്നു, അത് മറ്റൊരു സഹായമായി മാറുന്നു. കഴിഞ്ഞില്ലേ, പൊളിഞ്ഞില്ലെല്ലാം. ഇപ്പൊ അവസാനം എന്താ സാധിച്ചു വന്നത്, ലുറ് ചെയ്യാനുള്ള സബബുണ്ട്, എന്നാ നെഫ് ചെയ്യാനുണ്ടോന്നാ. അതന്നെ മതി. ലുറ് ചെയ്യാൻ സബബാണ് എന്ന് ഏത് ആയത്തും ഏത് ഹദീസുമാണോ ഉള്ളത്, അതേ ആയത്ത് കൊണ്ട് അതേ ഹദീസ് കൊണ്ട് മറ്റും കിട്ടിയല്ലോ, എല്ലാം കിട്ടി. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എവിടെയും ഉണ്ടാകാമെന്ന് പറഞ്ഞു, കാഴ്ചയുണ്ടെന്ന് പറഞ്ഞു, കേൾവിയുണ്ടെന്ന് പറഞ്ഞു, കഴിവുണ്ടെന്ന് പറഞ്ഞു, സഞ്ചരിക്കുമെന്ന് പറഞ്ഞു, കടലിൽ മുങ്ങുമെന്ന് പറഞ്ഞു, ലോഡ് പൊക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം പ്രമാണം കൊണ്ട് കിട്ടി. ഇതെല്ലാം പ്രമാണം കൊണ്ട് കിട്ടി. ഇന്നത് എവിടെ ഉപയോഗിക്കും, ഓൽക്കുള്ള കഴിവുകൾ എവിടെല്ലാം എന്തിനെല്ലാം ആരുടെ ഇടയിലെല്ലാം ഉപയോഗിക്കണം, അതവരാണ് തീരുമാനിക്കുന്നത്. ശൈത്താനാണെങ്കിൽ ഒരാളെ എങ്ങനെ ശിർക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അവിടെതെല്ലാം ഉപയോഗിക്കും. ഒരാളെ കുഫ്രിനെ കൊണ്ടുപോകാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ, എന്തെല്ലാം ഉപയോഗിക്കാൻ കഴിയുമോ അവിടെതെല്ലാം ഉപയോഗിക്കും. അതിനൊന്നും കിട്ടൂല. ഒരു ഹറാമിലേക്കേ കിട്ടൂ, ശരി, എന്നാൽ ഹറാമെ കൊണ്ടുപോയി ചാടിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക, അവിടെ അത് ഉപയോഗിക്കും. ഇനി അതിനും കിട്ടൂല, കറാഹത്ത് ചെയ്യാനേ അവനെ കിട്ടുള്ളൂ, ശരി, ആ കറാഹത്ത് ചെയ്യിക്കാൻ എന്താ ചെയ്യാൻ കഴിയുക, അത് ഉപയോഗിക്കും. അത് അവൻ വ്യത്യസ്ത രൂപത്തിൽ ഉപയോഗിക്കും. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ പിശാച് അവളെ മുന്നിലും പിന്നിലുണ്ട്. അതെന്താ, ഉപയോഗിക്കുക അവന്റെ കഴിവ്, ഒരു കഴിവ് ഉപയോഗിക്കുക. ഈ കഴിവ് ഉപയോഗിച്ചിട്ട് മറ്റവനെ കൂടെ നോക്കിക്കണം ഈ ഹറാമിലേക്ക്. മദ്യഷാപ്പില് അവിടെ ശൈത്താനുണ്ട്, എന്തിനാ, കുടിക്കണ്ടെന്ന് വിചാരിച്ചവനെയും ഒന്ന് കേറി നോക്കാൻ പ്രേരിപ്പിക്കുന്നു. ഓൻ കേറുന്നു, ഓൻ കുടിക്കുന്നു, അവിടെ തന്റെ കഴിവ് ശൈത്താൻ ഉപയോഗിച്ചു. അപ്പൊ നെഫിനും പറഞ്ഞൊക്കെ ഓന്റെ പ്രകൃതിയിൽപ്പെട്ടത്, അവന്റെ കഴിവിൽപ്പെട്ടത്, അവന്റെ സംഭവത്തിൽപ്പെട്ടത് അവനിവിടെ ഉപയോഗിക്കുന്നു. സഹായം ചെയ്ത് കൊടുത്തിട്ട് മനുഷ്യന്മാർ ശിർക്ക് കൊണ്ടുപോകുന്നു, ഉപദ്രവിച്ചിട്ട് മനുഷ്യന്മാർ ശിർക്ക് കൊണ്ടുപോകുന്നു, ഭീഷണിപ്പെടുത്തിയിട്ട് ശിർക്ക് കൊണ്ടുപോകുന്നു, പ്രലോഭിപ്പിച്ചിട്ട് ശിർക്ക് കൊണ്ടുപോകുന്നു. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ എന്നല്ല പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യും, ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യും. ആ വാഗ്ദാനം ചെയ്യുവാന്റെ കഴിവാ. മുന്നിലൂടെയും പിന്നിലൂടെയും ഇടത്തും വലത്തും ഭാഗങ്ങളുടെയും ഞാൻ ചെല്ലുമെന്ന് അവൻ പറഞ്ഞു ചെല്ലാൻ അവന് സ്വാതന്ത്ര്യം നൽകി. അതുകൊണ്ട് കഴിവാ. ഇനി എല്ലാരും മുന്നിക്കും ചെല്ലോ, എല്ലാരും പിന്നിക്കും ചെല്ലോ, ഇല്ല, ഓന് തോന്നണം ചെന്ന് അവനെ പിടിക്കാൻ പറ്റും, അല്ലെങ്കിലോ ഒഴിഞ്ഞു മാറും. ഉമർ ഖത്താബിന് വഴി കയറിയാൽ പിശാച്ച് വഴിമാറിപ്പോകുമെന്ന് പറഞ്ഞു. ഉമർ ഖത്താബ് വഴി കയറിയാൽ പിശാച്ച് വഴിമാറിപ്പോകും. എന്തേ കാരണം, സബബില്ലാത്തോണ്ടല്ല. ഉമർ ഖത്താബിന്റെ മുന്നിൽ പോകാൻ സബബില്ലാന്നാ, സബബ്
സബബുണ്ട്, പക്ഷേ ഓനറിയാ അവിടെ പോയിട്ട് കാര്യമില്ല, ഉമർ ഖത്താബിനെ പിടിക്കാൻ കഴിയില്ല, അപ്പൊ ഓനത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ സബബ് അവിടെയുണ്ട്, സിസ്റ്റം അവിടെയുണ്ട്. ആ സിസ്റ്റം അവന് ഒരാളെ ശിർക്കിലേക്കോ കുഫ്റിലേക്കോ ഖുറാഫത്തിലേക്കോ ഹറാമിലേക്കോ തോന്നിവാസത്തിലേക്കോ കൊണ്ടുപോകാൻ ഉപയോഗിക്കാൻ പറ്റുന്നിടത്ത് അവൻ ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഹലാലായ വശമില്ല. ഇപ്പൊ സാലിസിന് ഹലാലായ വകുപ്പ് വേണ്ടല്ല, അത് തരാൻ കഴിയൂല. അത് പ്രമാണം തന്നിട്ടില്ല, പ്രമാണങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഹലാലായി കിട്ടുക സാലിസ് ചോദിക്കാൻ കഴിയില്ല. അസ്സലാമു അലൈക്കും. ഇനി 10 മിനിറ്റ് ഇത് സംഗ്രഹം. അഞ്ച് മതി എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, 5 മതി. അല്ല, ഇനി എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഉള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി അൽഹംദുലില്ലാ നടന്നതാണ്. അപ്പൊ ഇനി ഇത് സംഗ്രഹം. പിന്നെ 5 മിനിറ്റ് മതി എന്ന് രണ്ടുപേരും പറഞ്ഞാൽ 5 മിനിറ്റ് മതി. പിന്നെ ഒരു ചോദ്യം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നത്, അത് വേണ്ടാന്ന് വെച്ചു. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിന് അതിന്റെ ഇനി സമയം 5 മണിയായി, അതുകൊണ്ട് അത് ഒഴിവാക്കി, വേണ്ടാന്ന് വെച്ചു. ഇനി 5 മിനിറ്റാണ് ഉള്ളത്. ഈ 5 മിനിറ്റ് ആദ്യം ആര് അതിന് ടോസ് ഇടുക ഇൻഷാ അല്ലാഹ്. ഇതാണ് മൗലവി ആവശ്യപ്പെട്ടത്, നേരത്തെ മാതിരി തന്നെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വളരെ ഭംഗിയായി വൈജ്ഞാനികമായ തലത്തിൽ മാത്രം ഒതുങ്ങിയെന്നുകൊണ്ട് രാവിലെ മുതൽ നമ്മുടെ ഈ ചർച്ചകൾ നടന്നു. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. ഏതായിരുന്നാലും അനാവശ്യമായി ആരെല്ലാമോ എടുത്തിട്ട ചില ധാരണകൾ, അനാവശ്യമായി ചിലർ പ്രചരിപ്പിച്ച ചില പ്രചാരണങ്ങൾ, മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്നും ജിന്നിനോട് തേടാമെന്ന് പറയുന്നവരാണ് എന്നുമൊക്കെ നമ്മുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണങ്ങൾ പോലും പല ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരും എഴുതിവിട്ട പല വരികളും അതൊന്നും ഇല്ല, ഉണ്ടാവേണ്ടതില്ല, ഉണ്ടാകാൻ പാടില്ല എന്ന് കൂടി നമ്മുടെ ഈ ചർച്ചയിലൂടെ ബോധ്യമായിട്ടുണ്ട്. അത്തരം പ്രചാരണങ്ങൾ ആരൊക്കെ നടത്തിയാലും, എത്ര വേണ്ടപ്പെട്ടവരും എത്ര വലിയവരും എത്ര വലിയ നേതാക്കന്മാരുമാണെങ്കിലും അതൊന്നും ന്യായമല്ല. അത്തരമൊരു വാദം ഒരാൾക്കുമില്ല എന്നുകൂടി നമ്മുടെ ഈ ചർച്ചയിലൂടെ വ്യക്തമായി. അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചത് തന്നെ റബ്ബിനെ മാത്രം ആരാധിക്കാനാ, അവനോട് മാത്രം പ്രാർത്ഥിക്കാനാ, അവനോട് മാത്രം സഹായം അർത്ഥിക്കുവാനാ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർത്ഥിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ്, ആ ആശയം സ്വീകരിക്കാനാണ് അല്ലാഹു തആല നമ്മെ നിയോഗിച്ചു തന്നെ, നമ്മെ സൃഷ്ടിച്ചത് തന്നെ. അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പരമാവധി റബ്ബിനോട് തന്നെ, റബ്ബിനോട് മാത്രമായി ആ ചോദ്യങ്ങൾ പരിമിതപ്പെടുത്താൻ നമുക്കാവണം. എന്നാൽ അനുവദിക്കപ്പെട്ട പരസ്പരം സഹായം എന്ന മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പരമുള്ള സഹായങ്ങൾ അവിടെ പോലും ഒരു സൃഷ്ടി ആശ്രയിക്കുന്നത് പരമാവധി നിരുത്സാഹപ്പെടുത്തിയ മതമാണല്ലോ നമ്മുടെ ഇസ്ലാം. യാചന പാടില്ലെന്ന് പറഞ്ഞു, അത്തരം ചോദ്യങ്ങൾ പാടില്ലെന്ന് പറഞ്ഞു. ഒരു സൃഷ്ടി അവലംബിക്കൽ തന്നെ അത് നിരുത്സാഹപ്പെടുത്തിയ ശരിയല്ലെന്ന് പറഞ്ഞതാണല്ലോ പ്രമാണങ്ങൾ കാണാൻ സാധിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നൽകിയ ഒരുപാട് ഉപദേശങ്ങളിൽ ഒരു ഉപദേശം എന്താ? വലാ തസ്അലിന്നാസ ശൈആ, ജനങ്ങളോട് നീ ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന, ഹലാലായ കാര്യം പോലും അനുവദിച്ച കാര്യം പോലും പരമാവധി ചോദിക്കാൻ പോകണ്ട എന്ന് പഠിപ്പിച്ചെങ്കിൽ ആ ഹദീസിനെ, ആ അധ്യാപനത്തെ അക്ഷരാർത്ഥത്തിൽ എടുത്ത ചില സ്വഹാബിമാർ തങ്ങൾ വാഹനപ്പുറത്ത് പോകുമ്പോൾ തങ്ങളുടെ ചാട്ടവാട് താഴെ വീണാൽ അത് പോലും എടുക്കാൻ ഒരാളോട് ആവശ്യപ്പെടാറില്ല, സ്വയം ഇറങ്ങി എടുക്കാറാണ് പതിവ് എന്ന് ഹദീസ് കാണാൻ കഴിയും. എടുക്കാൻ പറഞ്ഞാൽ തെറ്റായിട്ടല്ല, പാടില്ലാതിട്ടല്ല, പക്ഷെ അത്ര വരെ ഒരാളെ ആശ്രയിക്കാതിരിക്കാൻ, അനുവദിക്കപ്പെട്ട വഴിയിൽ പോലും ആശ്രയം ഒഴിവാക്കാൻ പഠിപ്പിച്ചെങ്കിൽ പിന്നെ അനുവദിക്കപ്പെടാത്ത വഴി എന്തായിരുന്നാലും നമുക്ക് ഭൂഷണമല്ല, നമുക്കത് ന്യായവുമല്ല. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിന്, ഒരു മുവഹിദിന്, ഒരു മുജാഹിദിന് ജിന്നുമായുള്ള ഒരു ബന്ധവും, ജിന്നുമായുള്ള യാതൊരു ചോദ്യവും ഒരു രംഗത്തുമില്ല. അത് റുഖിയ്യ രംഗത്തുമില്ല, ഇലാജ് രംഗത്തുമില്ല, അല്ലാത്ത രംഗത്തുമില്ല. ഒരൊറ്റ രംഗത്തും, അത് രാത്രിയാവട്ടെ പകലാവട്ടെ, ഇരുളാവട്ടെ വെളിച്ചത്താവട്ടെ, പുഴക്കടവിലാവട്ടെ അതല്ല കരയിലാവട്ടെ, എവിടെയാണെങ്കിലും ശരി ഒരു മുഅ്മിനിന്, ഒരു മുജാഹിദിന് ജിന്നെ എന്ന വിളിക്ക് യാതൊരു സാധ്യതയും ഒരു പഴുതും പ്രമാണങ്ങൾ നൽകിയിട്ടില്ല. ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട് എന്ന് പഠിപ്പിച്ച പ്രമാണങ്ങൾ, ദുആ ആകുന്നത് പഠിപ്പിച്ച പ്രമാണങ്ങൾ, ആ ദുആ ശിർക്കാണെന്ന് പറഞ്ഞ പ്രമാണങ്ങൾ, ദുആ അല്ലാത്തുണ്ടെന്ന് പറഞ്ഞ പ്രമാണങ്ങൾ, ദുആ അല്ലാത്ത ശിർക്കല്ലെന്ന് പറഞ്ഞ പ്രമാണങ്ങൾ, അത് വിശദീകരിച്ച പണ്ഡിതന്മാർ ലോകാടിസ്ഥാനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത മുൻഗാമികളും പിൽക്കാലക്കാരുമായ ഏതെല്ലാം ആലിമീങ്ങളും ഏതെല്ലാം പണ്ഡിത സഭകളുമുണ്ടോ, സഊദിയിലെ ലജ്നത്തുദ് ദായിമയാണെങ്കിലും കുവൈത്തിലെ ഇഹ്യാഉ തുറാസ് ആണെങ്കിലും ഇനി അല്ലാത്ത
ഏത് പണ്ഡിത സഭകളും ഏത് സലഫി സംഘടനകളുമാണെങ്കിലും അവരെല്ലാം ഒത്തൊരുമിച്ച് ഏകോപിച്ച് എല്ലാ ആലിമീങ്ങളും നമ്മെ പഠിപ്പിച്ചതും നാം ഒത്തൊരുമയോടെ സ്വീകരിച്ചതും എന്താ? യാതൊരു ബന്ധവും പാടില്ല, ഒരു ചോദ്യവും പാടില്ല, ഭൗതികമായതും പാടില്ല, അഭൗതികമായതും പാടില്ല, ഭൗതിക മാർഗത്തിലും പാടില്ല, അഭൗതിക മാർഗത്തിൽ ഏതായാലും പാടില്ല. ഈ തത്വത്തിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല. പിന്നെ തർക്കമുള്ളത് എവിടെയാ? ഒരു ഭൗതികമായ ചോദ്യം, ഒരു ഭൗതികമായ വഴിയിൽ ഒരു സൃഷ്ടിയോട് ആവശ്യപ്പെട്ടാൽ, സൃഷ്ടി ഏതാവട്ടെ, സൃഷ്ടി ആരാവട്ടെ, ഏത് സൃഷ്ടിയോടും അതിന്റെ കഴിവിൽപ്പെട്ട ഭൗതികമായ ഒരു കാര്യം ഭൗതികമായ മാർഗത്തിൽ മുമ്പിൽ നിൽക്കുന്ന ഹാലറായ ഒരു സൃഷ്ടിയോട് ചോദിച്ചാൽ അത് ദുആ എന്ന് പറഞ്ഞുകൂടാ, പ്രാർത്ഥന എന്ന് പറഞ്ഞുകൂടാ, അത് ശിർക്ക് എന്ന് പറഞ്ഞുകൂടാ. ചെയ്യാൻ പാടുണ്ടോ? അല്ലാഹു റസൂൽ അനുവദിച്ചതേതോ അത് ചെയ്യാം, അനുവദിക്കാത്തതേതോ അത് ചെയ്യാൻ പാടില്ല, അത് മറ്റൊരു വിഷയം. അതേസമയം അഭൗതികമായ കാര്യമാണോ, അത് അദൃശ്യമായ മാർഗത്തിലാണോ എങ്കിൽ അത് തീർച്ചയായും ദുആ തന്നെ, അത് ശിർക്ക് തന്നെ. അത് ഏത് സൃഷ്ടിയോടായാലും, അത് ഇൻസിനോടായാലും, അത് ജിന്നിനോടായാലും, അത് ഹയ്യനോടായാലും, അത് മയ്യിത്തിനോടായാലും, അത് ഗായിബിനോടായാലും, അത് ഹാദിറിനോടായാലും, അഭൗതിക മാർഗത്തിലാണോ അത് ശിർക്ക് തന്നെ, അത് ദുആ തന്നെ. അതല്ല ഹയ്യായ ഹാദിറായ ഖാദിറായ ഒരു സൃഷ്ടി, ജിന്നു മാത്രമല്ല ഏത് സൃഷ്ടിയാണെങ്കിലും, ഇൻസാണെങ്കിലും ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും, ഹയ്യും ഹാദിറും ഖാദിറുമായ ഒരു സൃഷ്ടിയോട് ആ ഖുദ്റത്തിൽപ്പെട്ടൊരു കാര്യം ഒരാൾ ചോദിക്കുന്നുവെങ്കിൽ അത് ദുആ എന്ന് പറയില്ല, പ്രാർത്ഥന എന്ന് പറയില്ല, അത് ശിർക്കാവുകയുമില്ല. എന്നാൽ ചോദിക്കാൻ പറ്റുമോ, ഉപയോഗിക്കാൻ പറ്റുമോ, ഏതെല്ലാം അനുവദിച്ചുവോ അതെല്ലാം പറ്റും, അല്ലാത്തത് പറ്റില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി പ്രാമാണികമായ ഈ ഒരു നിലപാടിലേക്ക് നമ്മളെല്ലാം എത്തുക. അല്ലാഹു തആല ഹഖ് മനസ്സിലാക്കാൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, നമ്മുടെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, നല്ല ഒരു തലത്തിൽ നമ്മുടെ ഇൽമിയായ ഒരു ചർച്ചയായി ഇത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ നിലക്ക് ഉള്ള നമ്മുടെ ചർച്ചകൾ ഇനിയും പുരോഗമിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരും അതിനുള്ള മനസ്സാണിക്കുക. ഒപ്പം ബഹുമാനായ എന്റെ ഫൈസൽ മുസ്ലിയാരെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും വാക്കുകൾ എന്നിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതിൽ സ്വാഭാവികമായിട്ടും അത് ക്ഷമിക്കാനുള്ള ഒരു ഹൃദയവിശാലത അദ്ദേഹത്തിന് ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രിയപ്പെട്ട ഫൈസൽ മുസ്ലിയാർ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ വല്ലാത്ത പുത്തൻ വാദങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. നിങ്ങൾ ഇത് തിരുത്തിയിട്ടില്ല എങ്കിൽ വരുന്ന നാളുകളിൽ നിങ്ങളുടെ ഈ വാക്കുകൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആ നോങ്ങി നിൽക്കുന്ന കുന്തമുനകളെ നിങ്ങൾ കാത്തിരുന്നോ എന്നെനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആദ്യമായി ലോകത്തൊരു മനുഷ്യൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, അള്ളാഹു ഒരു മനുഷ്യർക്ക് ഷർറുണ്ടാകാനുള്ള ഒരു സബബ് നിശ്ചയിച്ചാൽ അത് തന്നെ മതി, അത് നഫ്ഉണ്ടാവാനുള്ള സബബെന്ന് ലോകത്താദ്യമായി പ്രഖ്യാപിച്ച പുത്തൻവാദിയായി നമുക്ക് ഫൈസൽ മുസ്ലിയാർക്ക് ആ കിരീടം ചാർത്തി കൊടുക്കാം. എവിടെ നിന്ന്? അഖീദയുടെ കിതാബിൽ കാണിച്ചതാ. അള്ളാഹുവിന്റെ ആ ഹൈറുണ്ടാവാൻ, അള്ളാഹു മനുഷ്യന് ഷർറുണ്ടാവാൻ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി, വേറെ ഒരു തെളിവും പ്രത്യേകം വേണ്ട. ആ സബബ് നഫ്ആകാനുള്ള സബബാണ് എന്ന് തീരുമാനിച്ചതിന്റെ തെളിവ് കാണിച്ചു തരേണ്ടി വരും. മാത്രമല്ല, അടുത്ത വേൾഡ് നമ്പർ 1 പുത്രൻവാദം മറ്റൊന്നുകൂടി അവതരിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു നഫ്ഉണ്ടാകാൻ ഒരു സബബുണ്ടാക്കുകയും ആ സബബിനെ അടുക്കാൻ ഒരു മാർഗവും നിശ്ചയിച്ചിട്ടില്ല. എവിടെ നിന്ന് കിട്ടി ഈ പുത്തൻവാദം? ആരാണ് ഈ പുത്തൻവാദം പഠിപ്പിച്ചത്? അള്ളാഹു നിശ്ചയിച്ച സബബുകൾ, ആ സബബുകളെ സമീപിക്കേണ്ട രീതിയും സമീപിക്കാൻ പാടില്ലാത്ത രണ്ട് രീതിയും അള്ളാഹു വിശദീകരിക്കും. ഫൈസൽ മുസ്ലിയാർക്ക് മാത്രം ഈ വിഷയത്തിൽ ഒരൊറ്റ രീതി, ആ ഭൗതികം പിടിച്ച് ഈ വിഷയത്തെ കുഴച്ചു മറിക്കാമെന്ന് വിചാരിച്ച് കടന്നു വന്നതിന്റെ ശിക്ഷയാണ് ഈ രണ്ട് പുത്തൻവാദവും പ്രഖ്യാപിച്ച് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പണ്ഡിതനാണ്. നിങ്ങളുടെ വായിൽ നിന്ന് ഈ അഖ്ലാനിയത്ത് വരരുത്. പ്രിയപ്പെട്ട ഫൈസൽ മുസ്ലിയാരെ, ഒരു സലാം സുല്ലമിയിലേക്ക് അവപതിച്ചു പോകരുത്. ഇത് ഈ അവസ്ഥ തന്നെയാണ് സലാം സുല്ലമിക്കുണ്ടായത്. അയാൾക്ക് തോന്നിയ ബുദ്ധി അനുസരിച്ച് അയാൾ അങ്ങോട്ട് വ്യാഖ്യാനിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് ഗുരുതരമായ അപരാധമാണ് ഈ മനുഷ്യൻ ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്നത്. എനിക്കത് വിശദീകരിക്കാൻ സമയമില്ലല്ലോ. മക്കളെ, വഞ്ചിതരാകണ്ട. അള്ളാഹു ഒരു സബബ് നഫ്ഇന് വേണ്ടി നിശ്ചയിക്കുകയും അതിനെ സമീപിക്കാൻ ഒരു മാർഗവും അള്ളാഹ് ഹലാലാക്കാതിരിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ പുത്തൻ
വാദം ഇവിടെ വിശദീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് വിശ്വസിക്കേണ്ട മക്കളെ, ചതിയാണ്, 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 അല്ലെങ്കിൽ വിവരക്കേടാണ്, വിവരക്കേടാണ്, വിവരക്കേടാണ്. ഫൈസൽ മുസ്ലിയാർ ഈ ഒരു അവസ്ഥ വാശിയോടെ സമീപിക്കേണ്ടതില്ല. എന്തബദ്ധങ്ങളാണ് നിങ്ങൾ പറഞ്ഞു കൂട്ടിയത്, എന്തബദ്ധങ്ങൾ! ലോകത്തിന്നവർ ഒരു സലഫി പണ്ഡിതനും പറയാത്ത അബദ്ധങ്ങൾ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും വിശദീകരിച്ചിട്ടില്ലാത്ത അബദ്ധങ്ങൾ, ഒരു കിതാബിലും കാണാത്ത ഈ അബദ്ധങ്ങൾ നിങ്ങൾ എന്തിനാണ് പറഞ്ഞു നടന്നത്? ജയിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. എനിക്കറിയൂല സാരീസ്, അള്ളാഹുവിനെ നഫ്അ നേടിയെടുക്കാനുള്ള സബബായി ജിന്നിനെ നിശ്ചയിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ല സാരീസ് എന്ന് പറയേണ്ടതിന് പകരം അള്ളാഹു മനുഷ്യന് ഉറാകാൻ നിശ്ചയിച്ച സബബിനെ എടുത്തുകൊണ്ട് അത് തന്നെ മതിയത്രേ ആ നഫ്ആകാനുള്ള ആ തെളിവും. എന്നിട്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു നഫ്ആക്കി സ്ഥിരപ്പെടുത്തിയ ഒരു നഫ്അ എടുക്കാൻ, ഒരു ഉപകാരമെടുക്കാൻ ഉണ്ടാക്കി തന്ന ഒരു സബബ് അതിനെ സ്വീകരിക്കാനും പാടില്ല. എന്ത് അബദ്ധവും എന്ത് വിവരക്കേടും എന്ത് മതവിരുദ്ധവുമായ അഭിപ്രായമാണ്. ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നുപെട്ടത് നിങ്ങളുടെ ഈ ദുർവാശിയാണ്. നിങ്ങൾ എന്നെ കുറിച്ച് ദുർവാശി എന്ന് പറഞ്ഞല്ലോ, എവിടെയാണ് സഹോദര ഞാൻ ഒരു ടിസ്റ്റ് ചെയ്തത്? ടിസ്റ്റ് ഞാൻ ചെയ്യില്ല, എനിക്കതിനുള്ള ശേഷിയില്ല, നിങ്ങളത്ര ധൈര്യമില്ല, മനക്കരുത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങുമ്പോ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് പുത്തൻ വാദത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നോക്കുന്നുണ്ട്. ഫൈസൽ മുസ്ലിയാരെ, ഇതിന് തെളിവില്ലാതെ ജയിക്കാൻ, വാദപ്രതിവാദത്തിൽ ജയിക്കാൻ ഒരു ഉളുപ്പും ഭയവുമില്ലാതെ ഈ പുത്തൻ വാദം അടിച്ചു വിട്ടതിന്റെ അനന്തരഫലം ഫൈസൽ മുസ്ലിയാരെ നിങ്ങൾ അനുഭവിക്കും. അള്ളാഹുവിന്റെ ദീനാണ് ഇത് പറയുന്നത്. തൗബ ചെയ്ത് തിരുത്തിക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ടാ, അപമാനിക്കാനല്ല, ആക്ഷേപിക്കാനല്ല. എന്തൊക്കെ വാദങ്ങളാണ് ഇവിടെ വാദിച്ചത് നിങ്ങൾ ആലോചിക്കൂ സഹോദരങ്ങളെ. വാസ്തവത്തിൽ ജിന്നിനെ വിളിച്ചു തേടിയാൽ അത് ശിർക്കാണെന്ന് പറയുന്നത് ജിന്നും ഞങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ ജിന്നും കയനും തമ്മിൽ എന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ടല്ല, മറിച്ച് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനൊരു ഉപകാരം നേടിയെടുക്കാനുള്ള, നഫ്അ നേടിയെടുക്കാനുള്ള ഒരു സബബായി സമീപിക്കാൻ, ഇസ്തിആനത്ത് നടത്താൻ ജിന്നിനെ അല്ലാഹു സബബാക്കിയിട്ടില്ല, നുറ് മാറ്റുന്നതിനുള്ള സബബമാക്കിയിട്ടില്ല. അങ്ങനെ അല്ലാഹു സബബ് നിശ്ചയിക്കാത്ത ഒന്നിനെ ആരെങ്കിലും സബബ് നിശ്ചയിച്ചാൽ അത് ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. മുസ്ലിം ലോകത്തെ ഈ അഭിപ്രായം ഫൈസൽ മുസ്ലിയാർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫൈസൽ മുസ്ലിയാർ സബബാക്കിയിട്ടില്ല എന്ന് പറയാൻ പേടി. അങ്ങനെ പറഞ്ഞു പോയാലോ പേടി എന്ന് സബബാക്കിയിട്ടുണ്ട്. എന്നാൽ സബബാക്കിയിട്ടുണ്ട് എന്നതിനുള്ള പിന്നെ തെളിവ് മൂപ്പര കയ്യിലില്ല. അതുകൊണ്ടാണ് ഈ വാദങ്ങൾ ഉണ്ടാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അദ്ദേഹത്തിനും തെറ്റിയ അബദ്ധങ്ങളും അപാകതകളും പുറത്തു തരികയും അല്ലാഹു ഉറച്ച പിന്നെ മനസ്സോടുകൂടി ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നമ്മുടെ ഭാഗത്ത് പറ്റിയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു നിന്ന് സത്യത്തിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഏതായാലും നമ്മൾ രാവിലെ മുതൽ തുടങ്ങി 5:15 സമയം ഇതുവരെ ഈ ഇരു വിഭാഗവും വളരെ പണ്ഡിതോചിതമായി ഈ പരിപാടി വളരെ ശാന്തി സമാധാനത്തോടുകൂടി നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇത് ഒരു നല്ല സദുദ്ദേശമായ വളരെ സദുദ്ദേശമായാണ് ഇത് തുടങ്ങി വെച്ചത്. അതിന്റെ എല്ലാ ഗുണഫലവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായിട്ടും ബാത്തിൽ ബാത്തിലായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം ഇതുകൊണ്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.